ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. പീഡന പരാതി ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ച പരാതിക്കാരിക്ക് പോലീസിന് പരാതി നൽകാൻ ധൈര്യമുണ്ടായില്ലേ എന്ന് സുപ്രീംകോടതി ചോദിച്ചു. ജാമ്യം കിട്ടിയ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ മകൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. വലിയ ആശ്വാസമായി. എൻ്റെ കുടുംബത്തിൻ്റെയും നടക്കമുള്ള പ്രാർത്ഥന പടച്ചവൻ കേട്ടു. സുപ്രീം കോടതിക്ക് നമ്മുടെ ഭാഗത്തുള്ള സത്യം ബോധ്യമായി നമുക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് മുകുൾ റോത്തഗി സാർ, അദ്ദേഹം ടീമും, ഞങ്ങളുടെ സെക്കൻഡ് കൗൺസിലായ സിദ്ധാർത്ഥ് അഗർവാൾ സാർ, രാമപിള്ള സാർ, പിന്നെ ഞങ്ങളുടെ ഒപ്പം ത്രൂ ഔട്ട് നിൽക്കുന്ന സുജയ് സാറും ഫിലിപ്പ് സാറിനും ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ലീഗൽ ടീം ഇനി പോലീസിൻ്റെ ഭാഗത്ത് സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലൂടെ എൻ്റെ വാപ്പച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. താങ്ക് യു സോ മച്ച്. ഷഹീൻ ഷിദ്ദിഖാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. പരാതിക്കാരി ഹേമ കമ്മിറ്റിയെ സമീപിച്ചിട്ടില്ല എന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സിദ്ദിഖിനെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല, മുൻകൂർ ജാമ്യം അനുവദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബലാത്സംഗ കേസിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. അതേസമയം ജാമ്യ വ്യവസ്ഥ സുപ്രീംകോടതി നിർദ്ദേശിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തള്ളി.